സ്നേഹനിധികളായ പ്രിയ മക്കൾക്ക് സനാതനം ബാലപാഠശാലയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച കഥയും 16,000 കന്യകമാരെ അത്രയും പേരെ സ്വീകരിച്ച് വിവാഹം കഴിച്ചുവെന്ന അത്ഭുത വാർത്തയും കേട്ട ശ്രീ നാരദ മഹർഷിക്ക് ഭഗവാന്റെ ഇത്രയും ഭാര്യമാരുമായുള്ള ജീവിതം എങ്ങനെയാണെന്നറിയുവാൻ താല്പര്യമുണ്ടായി. അദ്ദേഹം അതിനായി ദ്വാരകയിലേക്ക് യാത്രയായി. അനന്തരം അദ്ദേഹം ആദ്യമായി ശ്രീകൃഷ്ണ പത്നിമാരുടെ രമ്യഹർമ്മങ്ങളിൽ ഒരെണ്ണത്തിൽ പ്രവേശിച്ചു. അവിടെ വർണ്ണനയ്ക്കതീതമായ രീതിയിൽ അലങ്കരിക്കപ്പെട്ട ശയ്യാഗൃഹത്തിൽ നാരദൻ കണ്ടത് അനേകം ദാസിമാരുമൊത്ത് രുക്മിണീ ദേവി ശ്രീകൃഷ്ണനെ സ്വർണം കൊണ്ടുള്ള പിടിയുള്ള വെൺചാമരം കൊണ്ട് വീശുന്നതായിരുന്നു. നാരദ മഹർഷിയെ കണ്ട മാത്രയിൽ ഭഗവാൻ എഴുന്നേറ്റ് ശിരസാ വണങ്ങി ഉത്തമമായ ആസനം കൊടുത്ത് അവിടെ ഇരുത്തി സൽക്കരിച്ച് തന്നാൽ കരണീയമായതെന്തെന്ന് ചോദിച്ചു. ഭഗവാന്റെ പാദപത്മസ്മരണ എന്നും മനസ്സിൽ നിൽക്കണമെന്നല്ലാതെ മറ്റൊന്നും ചോദിക്കുന്നില്ലെന്ന് നാരദൻ മറുപടി പറഞ്ഞു. അവിടെ നിന്ന് വിട പറഞ്ഞു പിരിഞ്ഞ നാരദൻ പിന്നീടുള്ള ഓരോ കൃഷ്ണപത്നിമാരുടെ ഗൃഹങ്ങളും സന്ദർശിക്കുകയുണ്ടായി. ഓരോ ഗൃഹത്തിലും ഓരോ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രീതിയിൽ ഭഗവാനെ കണ്ട് നാരദൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ അർത്ഥം, കാമം, ധർമ്മം എന്നിവയിൽ ശ്രദ്ധാപൂർവം വ്യാപരിക്കുന്ന ശ്രീകൃഷ്ണനെ ഭഗവാൻ മനസാ സ്മരിച്ചു. നാരദ മഹർഷി ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് യാത്രയായി. പിന്നീട് ഒരു ദിവസം ശ്രീകൃഷ്ണ ഭഗവാൻ സാധാരണ ദിവസത്തെ പോലെ തന്നെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നിത്യകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് തൻ്റെ രഥത്തിൽ കയറി സുധർമ്മ എന്ന സഭയിലേക്ക് സ്വജനങ്ങളാൽ അകമ്പടി സേവിക്കപ്പെട്ടുകൊണ്ട് പ്രവേശിച്ചു. അവിടെ വിദൂഷകന്മാർ, ഗായകന്മാർ, നൃത്ത വിദഗ്ധർ എന്നിങ്ങനെയുള്ളവർ ഓരോരുത്തരും തന്നുടെ വിദ്യാവൈഭവത്തെ പ്രകടമാക്കിക്കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിച്ചു. ഈ അവസരത്തിൽ ജരാസന്ധനാൽ തടവിൽ പാർപ്പിക്കപ്പെട്ട രാജാക്കന്മാർ രഹസ്യമായൊരു ദൂതനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് അയച്ചു. അവർ പറഞ്ഞു, ജരാസന്ധന്റെ തടവറയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളും ദുരിതങ്ങളിൽ നിന്ന് ഭഗവാൻ വന്ന് ഞങ്ങളെ രക്ഷിക്കണം. ഇതായിരുന്നു ആ ദൂതന്റെ സന്ദേശം. രാജദൂതൻ ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കെ മഹാ തേജസ്വിയായ ശ്രീ നാരദ മഹർഷി ആ സഭയിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ സഭാവാസികളോടൊപ്പം എഴുന്നേറ്റ് മഹർഷിയെ വന്ദിച്ചു. അനന്തരം ഭഗവാൻ മഹർഷിയോട് നാട്ടിലെ ക്ഷേമവൃത്താന്തവും മറ്റും അന്വേഷിച്ചു. നാരദ മഹർഷി ഭഗവാന്റെ മാഹാത്മ്യം ഗംഗാനദി പോലെ 3 ലോകങ്ങളിലും വ്യാപിച്ചിരിക്കുകയാണെന്നും അങ്ങനെ പറഞ്ഞ ശേഷം പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഭഗവാനെ അറിയിച്ചു. സാർവഭൗമ പദം കാക്ഷിക്കുന്ന യുധിഷ്ഠിര മഹാരാജാവ് രാജസൂയമെന്ന മഹായജ്ഞം നടത്തി ഭഗവാനെ ജയിക്കാൻ ഉദ്ദേശിക്കുമെന്നും അതിനാൽ ഭഗവാൻ അതനുവദിക്കണമെന്നുമായിരുന്നു ആ കാര്യം. ജരാസന്ധനെ വധിച്ച് രാജാക്കന്മാരെ മോചിപ്പിക്കുക, യുധിഷ്ഠിരന്റെ രാജസൂയം നിർവിഘ്നം നടത്തുവാനുള്ള സഹായം ചെയ്യുക എന്നീ 2 കാര്യങ്ങളിൽ സഭാവാസികൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഒന്നാമത്തേതിനാണെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ പുഞ്ചിരി തൂകിക്കൊണ്ട് ഉദ്ധവരോട് അവയിൽ ഏതാണ് കരണീയമെന്ന് ഉദ്ദേശിക്കുവാൻ ആവശ്യപ്പെട്ടു. ആദ്യം ജരാസന്ധനെ വധിച്ച് അദ്ദേഹത്തിൻ്റെ തടവറയിൽ കഴിയുന്ന രാജാക്കന്മാരെ മോചിപ്പിക്കേണ്ടതുണ്ടോ, അതോ യുധിഷ്ഠിരന്റെ രാജസൂയ യാഗത്തിന് പിന്തുണ നൽകേണ്ടതുണ്ടോ? ഉദ്ധവർ അവരുടെ അഭിപ്രായം സഭയിൽ പറഞ്ഞു. യുധിഷ്ഠിരൻ രാജസൂയം നടത്താൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ നാനാദിക്കുകളിലേക്കും രാജാക്കന്മാരെ ദിഗ്ജയത്തിൽ കീഴ്പ്പെടുത്തേണ്ടതുണ്ട്. ഈ അവസരത്തിൽ ജരാസന്ധനെ ജയിച്ചാൽ ബന്ധനസ്ഥരായ രാജാക്കന്മാരെ മോചിപ്പിക്കുവാൻ കഴിയും. അതിനാൽ രാജസൂയം നടത്തുവാനുള്ള യുധിഷ്ഠിരന്റെ ഉദ്യമത്തെ ഭഗവാൻ അനുകൂലിച്ച് സഹകരിക്കണമെന്നായിരുന്നു ഉദ്ധവരുടെ അഭിപ്രായം. അത് ഭഗവാന്റെ കീർത്തിയെ കൂടുതൽ വർദ്ധിപ്പിക്കും. ഉദ്ധവരുടെ അഭിപ്രായം എല്ലാവരും മംഗളകരമാണെന്നും ശ്രീ നാരദ മഹർഷിയും യാദവ വൃദ്ധന്മാരും ശ്രീകൃഷ്ണനുമെല്ലാം സ്വീകരിച്ചു. അനന്തരം ശ്രീകൃഷ്ണൻ ബലരാമനോടും ഉഗ്രസേനോടും ആ അനുവാദം വാങ്ങി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പുറപ്പെട്ട് തൻ്റെ രഥത്തിൽ ആസന്നനായി.
അതൊരു മഹാഘോഷയാത്ര തന്നെയായിരുന്നു. ചതുരംഗ സേനയോടും വാദ്യഘോഷങ്ങളോടുമുള്ള യാത്രയിൽ കൃഷ്ണപത്നിമാരും പുത്രന്മാരും പൗത്രന്മാരുമെല്ലാം ഉണ്ടായിരുന്നു. സ്വർണ്ണ പല്ലക്കുകളിൽ യാത്ര ആരംഭിച്ച സ്ത്രീകൾ, ആയുധമേന്തിയ രാജഭടന്മാർ രക്ഷയ്ക്കുണ്ടായിരുന്നു. ആ മഹാശോഭായാത്ര ലോകത്തിന് ആനന്ദ നിർവൃതിയിൽ ആറാടിച്ചു. പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നാരദനെ വന്ദിച്ച് യാത്രയാക്കി. അനന്തരം ഭഗവാൻ രാജദൂതരോട് താൻ ജരാസന്ധനെ നിഗ്രഹിച്ച് രാജാക്കന്മാരെ രക്ഷിക്കുമെന്ന് വാക്ക് കൊടുത്തു. ദൂതൻ അത് രാജാക്കന്മാരെ അറിയിക്കാൻ പറഞ്ഞു. അവർ ഭഗവാന്റെ വരവും കാത്തിരിപ്പായി. ശ്രീകൃഷ്ണനും പരിവാരങ്ങളും ആനർത്തം, സൗരവീരം തുടങ്ങിയ രാജ്യങ്ങൾ കടന്ന് ബ്രഹ്മാവർത്തത്തിലൂടെ സഞ്ചരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചേർന്നു. തൻ്റെ രാജ്യത്തിൽ എത്തിച്ചേരാറായ ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രവേശദ്വാരത്തിൽ ചെന്ന് ആചാരപൂർവം ഭക്തിയോടെ സ്വീകരിച്ചു. യുധിഷ്ഠിരനെ അദ്ദേഹം കെട്ടിപ്പുണർന്ന് പരമമായ ആനന്ദ നിർവൃതിയിൽ ആറാടി. മറ്റു പാണ്ഡവന്മാരും ഭഗവാനെ സാമോദം സ്വീകരിച്ചു. ഭഗവാനും പരിവാരങ്ങളും കടന്നുപോയ വഴിയിലുണ്ടായിരുന്ന പൗരജനങ്ങളും മംഗലദ്രവ്യങ്ങൾ കയ്യിലേന്തി അവരെ വരവേറ്റു. അപ്രകാരം അനുചരന്മാരോടും മന്ത്രിമാരോടും പത്നിമാരോടും തൻ്റെ രാജധാനിയിലെത്തിയ ശ്രീകൃഷ്ണനെ ധർമ്മപുത്രർ കുറേ ദിവസം ആദരവോടുകൂടി താമസിപ്പിച്ചു. പ്രിയ മക്കളെ, ഭഗവാന്റെ കഥയിലെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഭഗവാന് 16,008 ഭാര്യമാരുണ്ട് എന്ന്. രണ്ട് തരത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. 16,000 സ്ത്രീകളെ നരകാസുരന്റെ കസ്റ്റഡിയിൽ നിന്നും കന്യകമാരെ മോചിപ്പിച്ച് അവരെല്ലാം ഭഗവാൻ വിവാഹം ചെയ്തു. പക്ഷേ എല്ലായ്പ്പോഴും എല്ലാവർക്കരികിലും ഭഗവാനെ കാണാം എന്ന് പറയുന്ന മായാവിദ്യയും. രണ്ടാമത്തേത് 16,000 സ്ത്രീകളെ മോചിപ്പിച്ചു, അവരെ സമൂഹത്തിലേക്ക് ഇറക്കിയപ്പോൾ അവരെ സ്വീകരിക്കുവാൻ സമൂഹം തയ്യാറായില്ല. ജയിലിൽ നിന്നും വരുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഭഗവാൻ ആജ്ഞ കൊടുത്തു, ഇവർ രാജപത്നിമാർ എന്ന സ്ഥാനം ഇവർക്കുണ്ടാകും. രാജാവിൻ്റെ ഭാര്യയ്ക്ക് സമൂഹം കൊടുക്കുന്ന എല്ലാ പദവിയും ബഹുമാനവും ഈ സ്ത്രീകൾക്ക് കൂടി കൊടുത്തുകൊള്ളണം എന്ന് ഭഗവാൻ ആജ്ഞാപിച്ചു. ഇതാണ് ശരിയായ കാര്യം. 16,000 സ്ത്രീകളെ ഭഗവാൻ രാജപത്നി സ്ഥാനം നൽകിയതാണ്. രാജാവിൻ്റെ ഭാര്യയ്ക്ക് നൽകുന്ന എല്ലാ പദവിയും ഈ സ്ത്രീകൾക്ക് നൽകുക എന്ന് പറഞ്ഞതോടുകൂടി അവരെ സ്വീകരിക്കുവാനും അവരെ കല്യാണം കഴിക്കുവാനും എല്ലാം ധാരാളം പുരുഷന്മാർ മുന്നോട്ട് വന്നു. ശ്രീകൃഷ്ണന് 8 ഭാര്യമാരാണുള്ളത്. ആ 8 ഭാര്യമാരിൽ 80ഓളം മക്കളുമാണ് ഭഗവാനുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തിൻ്റെ മാതൃകയാണ്? ഒരു കുടുംബ ജീവിതത്തെ എങ്ങനെ കൊണ്ടുപോകണം, ഭാര്യയോടുള്ള പെരുമാറ്റം, മക്കളോടുള്ള പെരുമാറ്റം, മക്കളുടെ മക്കളോടുള്ള പെരുമാറ്റം, സുഹൃത്തുക്കളോടുള്ള പെരുമാറ്റം, ഇങ്ങനെ ധർമ്മസംരക്ഷണം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന ചതുർവിധ പുരുഷാർത്ഥങ്ങളെ ജീവിതത്തിൽ കൃത്യമായി പകർത്തിയ ഒരു മഹാത്മാവ് എന്ന രീതിയിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഈ കഥയിലൂടെ അവതരിപ്പിക്കുന്നത് എന്ന് മക്കൾ മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.